Welcome to BSC Main Physics, Paper 4, Atomic and Molecular Physics, Semester 5. The chapter is Unit 1, Vector Atom Model. And today the topic is Hydrogen Spectrum, Semester 5, 4th lecture. Semester 5, class number 4, BSc Main Physics, Paper 4, Atomic and Molecular Physics, Unit Vector Atom Model. And today the topic is hydrogen spectrum from Bohr atom model. So when we study, we see our explanation for hydrogen spectrum. In the discussion of Bohr atom model, we see the hydrogen spectrum. What is hydrogen spectrum? Hydrogen spectrum is the simplest line spectrum. You write as a line, L-I-N-E, not a live, it is a line. Hydrogen spectrum is the simplest line spectrum. Various lines in the hydrogen spectrum are grouped into several series. They are 1 Lyman series, 2 Polymer series, 3 Paschen series, 4 bracket series, and 5 Fund series. ഈ സ്പെക്ട്രം തന്നെ പലതരത്തിലുള്ള നമുക്കറിയാം. ലൈൻ സ്പെക്ട്രം, ബാൻഡ് സ്പെക്ട്രം, കണ്ടിന്യൂസ് സ്പെക്ട്രം, അങ്ങനെയുള്ള സ്പെക്ട്രം ഉണ്ട്. കണ്ടിന്യൂസ്, ബാൻഡ്, ലൈൻ സ്പെക്ട്രം ഉണ്ട്. എന്താണ് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ? സ്പെക്ട്രം വളരെ സിമ്പിളാണ്. നമുക്കറിയാം, ഇപ്പോൾ ഒരു ഹൈഡ്രജൻ ലാമ്പ്, ഹൈഡ്രജൻ ഗ്യാസ് നിറച്ച ലാമ്പ് ഇല്യൂമിനേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് വരുന്ന ലൈറ്റ് ഒരു പ്രിസം സ്പെക്ട്രോമീറ്റർ വെച്ച് അനലൈസ് ചെയ്താൽ അതിനകത്ത് കുറേ ലൈൻസ് കാണും, ബ്രൈറ്റ് ലൈൻസ് കാണും. ആ ബ്രൈറ്റ് ലൈൻസിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രജൻ സ്പെക്ട്രം, ഹൈഡ്രജൻ ലൈൻസ്. അത് ചിലതെല്ലാം ഇൻവിസിബിളാണ്, ചിലത് വിസിബിളാണ്, അങ്ങനെയാണ്. പക്ഷേ അത് നമ്മൾ കണ്ടുകൊണ്ടല്ല, അത് ഒരു ഫോട്ടോഗ്രാഫിയെല്ലാം കിട്ടും. വിസിബിളാണെങ്കിലും ഇൻവിസിബിളാണെങ്കിലും ഒരു ഫോട്ടോഗ്രാഫിൽ ഇവയുടെ എല്ലാത്തിൻ്റെയും ട്രേസ് നമുക്ക് കിട്ടും. അപ്പോൾ ഹൈഡ്രജൻ ലാമ്പിൽ നിന്നുള്ള ലൈറ്റ് ഒരു പ്രിസം സ്പെക്ട്രോമീറ്റർ വെച്ചോ ഗ്രേറ്റിംഗ് സ്പെക്ട്രോമീറ്റർ വെച്ചോ അനലൈസ് ചെയ്താൽ നമുക്ക് അനേകം ലൈൻസ് ഫോട്ടോഗ്രാഫിൽ കിട്ടും. ആ ലൈൻസിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രജൻ സ്പെക്ട്രം. ഇത് ഏറ്റവും സിമ്പിൾ ആറ്റമാണല്ലോ ഹൈഡ്രജൻ. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു സ്പെക്ട്രമാണ് ലൈൻ സ്പെക്ട്രത്തിൽ. ഏറ്റവും സിമ്പിളാണ്. ഇതിനകത്തുള്ള ലൈനുകളെ നമ്മൾ പല ഗ്രൂപ്പുകളായിട്ട് ഭാഗിക്കും. പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ലൈമൻ സീരീസ്, പാൽമർ സീരീസ്, പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ് ആൻഡ് ഫണ്ട് സീരീസ്. ലൈമൻ സീരീസ് വരുന്നത് അൾട്രാ വയലറ്റ് റീജിയനിലാണ്. നമുക്ക് കാണാൻ പറ്റില്ല, വിസിബിൾ അല്ല, പക്ഷേ ഫോട്ടോഗ്രാഫിൽ കിട്ടും. പാൽമർ സീരീസാണ് വിസിബിൾ റീജിയനിൽ വരുന്നത്. നമുക്ക് നേരിട്ട് നോക്കിക്കാണാവുന്നതാണ്. പാൽമറിലെ പ്രധാനപ്പെട്ട ലൈനുകളാണ് എച്ച് ആൽഫ, എച്ച് ബീറ്റ, എച്ച് ഗാമ, എച്ച് ഡെൽറ്റ പോലുള്ളവ. പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, ഫണ്ട് സീരീസ് വരുന്നത് ഇൻഫ്രാറെഡ് റീജിയനിലാണ്. അവയും ഇൻവിസിബിളാണ്. ലൈമൻ സീരീസ് അൾട്രാവയലറ്റ് റീജിയനിലാണ്. പാൽമർ, പാഷൻ, ബ്രാക്കറ്റ് സീരീസിൽ വരുന്നത് പാൽമർ വരുന്നത് വിസിബിളിലാണ്. എച്ച് ആൽഫ, എച്ച് ബീറ്റ, എച്ച് ഗാമ, എച്ച് ഡെൽറ്റ ലൈൻസ് പാൽമറിലെ പ്രധാനപ്പെട്ട ലൈൻസാണ്. പാഷൻ, ബ്രാക്കറ്റ് സീരീസ്, ഫണ്ട് സീരീസ് അവയെല്ലാം വരുന്നത് ഇൻഫ്രാറെഡ് റീജിയനിലാണ്. അപ്പം ഇവരുള്ള ലൈൻസിന് പ്രത്യേകം പേര് കൊടുക്കാറില്ല. അവിടെ പറയുന്നത് നമ്മൾ ലൈൻ 1, ലൈൻ 2, ലൈൻ 3 അങ്ങനെയാണ് പറയുന്നത്. So that is written here. Lines in the Lyman, lines in the Lyman series are in the ultraviolet region. Lines in the Balmer series are in the visible region. H alpha, alpha beta letters കൊടുക്കണം. Letters H alpha, H beta, H gamma and H delta are the important lines in the Polymer series. Paschen, bracket and Fund series are coming in the infrared region. അപ്പോൾ ഇതിന് ഒരു ഫ്രീക്വൻസി കണ്ടീഷൻ, ബോഴ്സ് ഫ്രീക്വൻസി കണ്ടീഷൻ എന്ന് പറയും. ഇവിടെ നമ്മൾ നേരത്തെ പറയുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ബോഴ്സ് ഫ്രീക്വൻസി കണ്ടീഷൻ. ഒരു പ്രോബ്ലമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് തന്നെ നേരിട്ട് കാണുന്ന രീതി എന്താണ് ബോഴ്സ് ഫ്രീക്വൻസി കണ്ടീഷൻ. ഇപ്പോൾ ബോറിൻ്റെ പോസിബിലിറ്റി വെച്ചിട്ട് ഹയറിൽ നിന്ന് ലോവറിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോഴാണ്
നമുക്ക് ലൈൻ എമിറ്റ് ചെയ്യുന്നത് അതിനൊരു ഫ്രീക്വൻസി ഉണ്ട്, വേവ് നമ്പർ ഉണ്ട്. ഫ്രീക്വൻസി ന്യൂ എന്ന് പറയും, വേവ് നമ്പർ ന്യൂ ബാർ എന്ന് പറയും. ന്യൂ ബാർ 1/λ ആണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. ഫോർ ഹൈഡ്രജൻ Z is 1. Hydrogen atomic number 1 ആണ്. It has 1 electron in the orbit. It remains in the ground state, which is the minimum energy state corresponding to n is equal to 1. If it is excited by giving energy, it goes to higher energy state. It cannot remain there forever. So it makes a transition from higher energy state W2 to lower energy state W1. The difference in energy is given out as a photon of energy H2. അപ്പോൾ ഈ H1 ഒരു ഇലക്ട്രോൺ ഉള്ളെങ്കിലും നമ്പർ ഓഫ് ഓർബിറ്റുകൾ, നമ്പർ ഓഫ് സ്റ്റേറ്റുകൾ നമുക്ക് വിചാരിക്കാവുന്നതാണ്. അത് n is equal to 1, n is equal to 2, n is equal to 3 എന്നിങ്ങനെയുള്ള സ്റ്റേറ്റുകളാണ്, ഓർബിറ്റുകളാണ്. ഈ സിംഗിൾ ഇലക്ട്രോണിന് ഏറ്റവും താഴെയുള്ള n is equal to 1 ഓർബിറ്റിൽ കറങ്ങാം. അന്നേരം അത് ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ് ആറ്റം എന്ന് പറയും. അപ്പോൾ മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്, സെക്കൻഡ് സ്റ്റേറ്റ്, ഫസ്റ്റ് എക്സൈറ്റഡ്, സെക്കൻഡ് എക്സൈറ്റഡ്, അതൊക്കെ n is equal to 2, n is equal to 3, n is equal to 4 പോലെയുള്ള ഓർബിറ്റുകളിലും കറങ്ങാം. പക്ഷേ ഈ ഹയർ ഓർബിറ്റിൽ ഇലക്ട്രോണിൻ്റെ ലൈഫ് ടൈം വളരെ കുറവാണ്. അവ താഴത്തേക്ക് ജമ്പ് ചെയ്യും, ലോവർ ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്യും. ആ പ്രോസസ്സിൽ ആണ് ഈ ഫോട്ടോൺ എമിറ്റ് ചെയ്യുക. ഓരോ ഫോട്ടോണും ഒരു പ്രത്യേക ലൈനിനെ കാണിക്കും. അപ്പോൾ അതിൻ്റെ ഫോർമുല ബോസ് ഫ്രീക്വൻസി കണ്ടീഷൻ ഒരു പ്രോബ്ലമായിട്ട് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇവിടെ ഒന്നുകൂടി ചെയ്ത് കാണിക്കുകയാണ്. W2 - W1. Wൻ്റെ ഇക്വേഷൻ നമുക്കറിയാമല്ലോ, m⁴/8 ε0² n²². ഇവിടെ ഈ e⁴ പകരം ന്യൂക്ലിയസിൻ്റെ ചാർജ് ZD എന്ന് പറയുകയാണ്. ZD അങ്ങനെ പറയുമ്പോൾ Z² e⁴ എന്ന് വരും. കാരണം ന്യൂക്ലിയസിൻ്റെ ചാർജ് ZD ആണ്, ഇലക്ട്രോൺ ചാർജ് E ആണ്. അപ്പോൾ വരേണ്ടത് നമുക്ക് ZE അതിൻ്റെ സ്ക്വയറാണ്. അങ്ങനെയാണ് Z² e⁴. അപ്പോൾ Z1 ഇട്ടാൽ നമുക്ക് ഹൈഡ്രജൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ കിട്ടും. Z1 ഇട്ടാൽ. അപ്പോൾ ജനറലായിട്ട് പറയുമ്പോൾ W2 - W1 ഈസ് ഈക്വൽ ടു എനർജി മൈനസ് ആണല്ലോ, Z² e⁴ m/8 ε0² h² n². മൈനസ് പ്ലസ് വരും, അതുകൊണ്ട് അവിടെ പ്ലസ് എഴുതുന്നത്. Z² e⁴ m/8 ε0² h² n1². അവിടെ എന്നിന് മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കി എല്ലാ ടേമുകളും സെയിം ആണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കോൺഫാക്ടർ പുറത്തേക്ക് ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുക്കുമ്പോൾ കിട്ടുന്നത് π² e²m Z² not π Z² e⁴ m/8 ε0² h² into -1/n² പ്ലസ് 1/n1² എന്ന് വരും. For hydrogen Z is 1, W2 minus W1 is H nu. Nu is c/λ. Therefore, H nu we can write as Hc/λ. So, in the place of W2 minus W1, in the above equation we put Hc/λ is equal to e⁴ m/8 ε0² h² into 1/n1² minus 1/n2². പ്ലസ് ടൈം ആദ്യം എഴുതി. 1/λ is equal to ന്യൂ ബാർ. ആ മുകളിൽ 1/λ കാണുകയാണ്. അപ്പോൾ ആ HC താഴോട്ട് വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് e⁴ m/8 ε0² CH³. ആ HC താഴെ വരുമല്ലോ. അപ്പോൾ CH³ into 1/n1² minus 1/n2² എന്ന് പറയും. ന്യൂവിനെ വിളിക്കുന്ന പേര് ന്യൂ ബാർ എന്നാണ് കേട്ടോ. ന്യൂ ബാർ, ഇവിടെ ബാർ മിസ് ചെയ്തിട്ടുണ്ട്, ചേർക്കണം. ന്യൂ ബാർ ഈസ് ദ വേവ് നമ്പർ, അത് 1/λ ആണ്. New bar is the wave number which is 1/λ. So new bar is R into 1/n1² minus 1/n2². അവിടെ n2വിൻ്റെ സ്ക്വയർ മിസ് ചെയ്തിട്ടുണ്ട്, അതും ചേർക്കണം. R into 1/n1² minus 1/n2². ഇതിനെ വിളിക്കുന്ന പേരാണ് ബോർസ് ഫ്രീക്വൻസി കണ്ടീഷൻ, BOHR, ബോർസ് ഫ്രീക്വൻസി കണ്ടീഷൻ എന്ന് പറയും. ഇവിടെ ആദ്യം കാണുന്ന ആറുണ്ടല്ലോ, ആറിൻ്റെ വില എന്ന് പറയുന്നത് e⁴ m/8 ε0² CH³ ആണ് ആറിൻ്റെ വില. ഇതിനകത്തുള്ള എല്ലാ വാല്യൂസും കോൺസ്റ്റൻ്റ് ആണ്, നമുക്കറിയാം. E, m, ε0, C, H എല്ലാ ക്വാണ്ടിറ്റികളുടെയും വാല്യൂസ് നമുക്കറിയാവുന്നതാണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആറ് കിട്ടുന്നത് 1097 ആണ് കേട്ടോ. 96 മാറ്റണം, 97 4000 എന്ന് കിട്ടും. എട്ടൊക്കെ ഉള്ള സംഖ്യയാണ്.
1097 ആണ്. അല്ലെങ്കിൽ ഇത് ബോർഡിന് കിട്ടിയ കോൺസ്റ്റൻ്റ് ആണ് 1097. ആ 6 എന്നുള്ളത് 7 ആക്കിക്കോളാം. 1097 4000 പെർ മീറ്റർ ഓർ മീറ്റർ ഈസ് ടു -1, അല്ലെങ്കിൽ 1.097 into 10⁻⁷ മീറ്റർ ഈസ് ടു -1 എന്ന് വരും. കറക്റ്റായിട്ട് പഠിക്കണേ. 1097 മീറ്റർ ഈസ് ടു -1. Per meter is to -1. New bar is called wave number, which is the number of wave number, which is the number of waves per meter length. Lambda is the wavelength of a radiation. ഇനി നമ്മൾ പറഞ്ഞല്ലോ, ഈ ഹൈറ്റ് സ്പെക്ട്രത്തിൽ സെവറൽ സീരീസ് ഉണ്ട്, സ്പെക്ട്രൽ സീരീസ് ഉണ്ട്. ഓരോന്ന് പറയുകയാണ്. എന്താണ് ഓരോന്നിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളതാണ് ഇനി പറയുന്നത്. ദ പ്രോപ്പർട്ടീസ് ഓഫ് ലൈമൻ, ബാൽമർ എക്സെട്ര സീരീസ്. ലൈമൻ, LYMAN, ലൈമൻ സീരീസ്. For this series, N1 is 1, N2 is 2, 3, 4, etc. up to infinity, not alpha infinity. New bar is R into 1/1 square minus 1/N2 square. For Lyman series, electron jumps from higher orbits, energy orbits with N is equal to 2, 3, 4, etc. to N1 is equal to 1. N2 is 2, 3, 4, etc. to N1 is equal to 1. This series lies in the ultraviolet region. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ലൈമൻ സീരീസ് കിടക്കുന്നത് അൾട്രാവയലറ്റ് റീജിയനിലാണ്. ലൈമൻ സീരീസിന് N1 1 ആയിരിക്കും, N2 2, 3, 4, etc. ആയിരിക്കും. അപ്പോൾ ലൈമൻ സീരീസിൽ ലൈൻസ് ഉണ്ടാകാൻ ഇലക്ട്രോൺ എച്ചാറ്റത്തിൽ 2, 3, 4 തുടങ്ങിയ ഓർബിറ്റിൽ നിന്ന് ഒന്നാമത്തിലേക്ക് ജമ്പ് ചെയ്യണം. എച്ചാറ്റത്തിൽ 2, 3, 4 തുടങ്ങിയ ഓർബിറ്റിൽ നിന്ന് ഒന്നാമത്തെ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോൾ എമിറ്റ് ചെയ്യുന്ന സ്പെക്ട്രൽ ലൈനെ വിളിക്കുന്ന പേരാണ് ലൈമൻ സീരീസ് സ്പെക്ട്രൽ ലൈൻസ്. ലൈൻസ് ഇൻ ദി ലൈമൻ സീരീസ് ആർ എമിറ്റഡ് Lines in the Lyman series are emitted when an electron jumps from orbits of quantum numbers 2, 3, 4, etc. to the innermost orbit of quantum number 1. Lines in the Lyman series are emitted if an electron jumps from orbits of quantum numbers 2, 3, 4, etc. to the innermost orbit of quantum number 1. But again, you explain anyone's spectral series in hydrogen and interpret their occurrence. Explain anyone's spectral series of hydrogen and explain its formation. You can say Lyman series. Lyman series. Lines in the Lyman series are emitted if an electron jumps from orbits of quantum numbers 2, 3, 4, etc. to the innermost orbit of quantum number 1. Now comes Polymer series. For Polymer series, N1 is 2, N2 is 3, 4, 5, etc. Wave number of this series, new bar is R into 1/2 square minus 1/N2 square. This series lies in the visible region. The first 4 lines are called H alpha, H beta, H gamma, H delta. Alpha, beta, gamma, delta is a suffix corresponding to N2 is equal to 3, 4, 5, etc. 3, 4, 5 and 6 respectively. Now comes Paschen series. For this series, N1 is 3, N2 is 4, 5, 6, etc. New bar is R into 1/3 square minus 1/N2 square. അതേപോലെ നമുക്ക് ബ്രാക്കറ്റ് സീരീസ്. ഫോർ ദിസ് N1 is 4, N2 is 5, 6, 7. New bar is R into 1/4 square minus 1/N2 square. For fun series, N1 is 5, N2 is 6, 7, 8, etc. New bar is R into 1/5 square minus N2 square. The last 3 series lie in the infrared region.
For each of the above, if we put n2 is infinity, we get the series limit. അപ്പോൾ മുകളിൽ കാണുന്ന എല്ലാ ഇക്വേഷനകത്തും n2ൻ്റെ വാല്യൂ ഇൻഫിനിറ്റി കൊടുത്താൽ നമുക്ക് ആ സീരീസിൻ്റെ ലിമിറ്റ് കിട്ടും. ഈ സ്പെക്ട്രൽ സീരീസ് എല്ലാം പ്രത്യേകം പടം വരച്ച് കാണിക്കാം. ആ പടമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ പടത്തെ നമ്മൾ എനർജി ലെവൽ ഡയഗ്രം എന്ന് പറയും. എനർജി ലെവൽ ഡയഗ്രാം ഓരോ ഓർബിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ലെവൽസിന് മാർക്ക് ചെയ്തിരിക്കുകയാണ്. n=1, n=2, n=3 അങ്ങനെ ലെഫ്റ്റ് സൈഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ കറസ്പോണ്ടിങ് എനർജി റൈറ്റ് സൈഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. -13.6, -3.4, -1.51, -0.85 അങ്ങനെ എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ അപ്പർ സീരീസിൽ നിന്നും താഴത്തെ n=1ലേക്ക് ജമ്പ് ചെയ്താൽ ലൈമൻ സീരീസ്, എല്ലാത്തിൽ നിന്നും 2ലേക്ക് ജമ്പ് ചെയ്താൽ പാൽമർ സീരീസ്, എല്ലാത്തിൽ നിന്നും 3ലേക്ക് ജമ്പ് ചെയ്താൽ പാഷൻ സീരീസ്, അതുപോലെ ബ്രാക്കറ്റ് ഫണ്ട്. സോ ദിസ് ഡയഗ്രാം ഈസ് കോൾഡ് എനർജി ലെവൽ ഡയഗ്രാം. If all transitions are to the ground state n=1, we get the Lyman series. If all transitions are to a state n=2, we get a Balmer. If all transitions are to the state n=3, we get passion and so on. And this diagram is called energy level diagram. The number of the orbits and also corresponding energies are marked in the figure. So it is called energy level diagram. Energy level diagram. The top dotted line that represents n=infinity state. n=infinity state. And if this diagram is called energy level diagram. Instead, if we draw circle in the form of circle, we can draw each line as a circle. And you remember, when you draw the lines, the gap is higher at the bottom side. നമ്മൾ ഈ എനർജി ലെവൽ ഡയഗ്രം വരയ്ക്കുമ്പോഴേ ആ ഗ്യാപ്പ് ഏറ്റവും കൂടുതൽ താഴെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കുറയും. അങ്ങനെ മേലോട്ട് ചെല്ലുന്തോറും ആ സെപ്പറേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഡയഗ്രത്തിൻ്റെ പ്രത്യേകത. ഈ നേരെയുള്ള ലൈൻസ് എല്ലാം സർക്കിളായിട്ട് വരയ്ക്കുകയാണെങ്കിൽ, ആരോയില്ല അതുപോലെ തന്നെ നേരെയുള്ള ലൈൻസ് എല്ലാം സർക്കിൾസായിട്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡയഗ്രത്തെ ഓർബിറ്റ് ഡയഗ്രം എന്ന് പറയും. അത് ചില ബുക്കിൽ കാണിക്കാറുണ്ട്. പരീക്ഷയ്ക്ക് കൂടുതലും ചോദിക്കുന്ന എനർജി ലെവൽ ഡയഗ്രമാണ്, ഓർബിറ്റ് ഡയഗ്രം അല്ല. ഇനി അഥവാ ഓർബിറ്റ് ഡയഗ്രം വരച്ചാൽ ഈ സ്ട്രെയിറ്റ് നേരെല്ലാം സർക്കിളാക്കുക. സർക്കിളാക്കുമ്പോൾ ഓർക്കണം, നടുക്കൊരു സെൻട്രൽ പോയിന്റ് ന്യൂക്ലിയസ് ആണ്. പിന്നെ ഓരോ ഓർബിറ്റ് വരക്കണം. ഫസ്റ്റ് ഓർബിറ്റാണ് n=1 എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാം വരക്കണം. ഇപ്പോൾ പുറത്തോട്ട് ചെല്ലുന്തോറും ഈ ഓർബിറ്റുകളെല്ലാം ഒന്ന് ഒതുങ്ങിക്കൊണ്ടിരിക്കണം. We can also draw orbit diagram, and when we draw orbit diagram, we have to remember that the orbits are closer when we go to higher numbers. ആ ഒരു സ്ഥലം ഇതുപോലെ മാർക്ക് ചെയ്യാം. And that diagram is called circle. Diagram is called orbit diagram, and this is called energy level diagram. Energy level diagram. This is more important. And this is about the diagram. One sentence is written here. Energy level diagram is shown. Horizontal lines show various energy levels, and the vertical lines arrow. Vertical lines show various transitions. And there is one more question. What are the defects of Bohr atom model? The Bohr atom model, ഈ ബോറിൻ്റെ ആറ്റം മാതൃകയ്ക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ട്? പല കുഴപ്പങ്ങളുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട കുഴപ്പങ്ങളാണ് ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത്. നമ്പർ 1, Bohr could not explain the spectrum of singly ionized helium atom. ഹൈഡ്രജൻ ഒഴിച്ച് ബാക്കി ഹീലിയത്തിൻ്റെ അല്ലെങ്കിൽ അതുപോലുള്ള ലിഥിയത്തിൻ്റെ അതുപോലുള്ള ഹൈർ ആറ്റത്തിൻ്റെ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ബോറിന് കഴിഞ്ഞില്ല. അതാണ് ഒരു ഡിഫക്റ്റ്. രണ്ടാമത്തെ, ഹി ഡിഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ ഫൈൻ സ്ട്രക്ചർ സ്പെക്ട്രൽ ലൈൻസ്. ഈ ഓരോ ഇപ്പോൾ h-alpha ലൈൻ s-beta ലൈൻ എന്നൊക്കെ പറഞ്ഞില്ലേ, h-alpha ലൈൻ ഒറ്റ ലൈനല്ല. ബോർ മോഡൽ വെച്ച് പറയുമ്പോൾ n2 n1 2 ആ ട്രാൻസിഷനാണ് h-alpha ലൈൻ എന്ന് പറയും. അപ്പോൾ ഒറ്റ ലൈനിനെ പ്രതീക്ഷിക്കുന്നുള്ളൂ. പക്ഷേ h-alpha ലൈൻ എന്ന് പറഞ്ഞാൽ പല കമ്പണിയും കൂടി ചേർന്നതാണ് h-alpha ലൈൻ. h-alpha ലൈനിന് ബോർ ആറ്റം മോഡലിൽ ഒരു സിംഗിൾ ലൈനായിട്ട് വിചാരിക്കുന്നത്. പക്ഷെ അത് എക്സാമിൻ ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും h-alpha ലൈൻ അനേകം ഫൈനലി പാക്ഡ് ലൈൻസ് ആണ്. ഫൈനലി പാക്ഡ് സ്മോൾ ലൈൻസ്, തിൻ ലൈൻസ് കൂടി ചേർന്നതാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്
ബോർ ആറ്റം മോഡലിന് കഴിയില്ല. അപ്പോൾ പുതിയ മോഡൽ വേണ്ടിവരും. അങ്ങനെയാണ് സോമർഫീൽഡ് ആറ്റം മോഡലും വെക്ടർ ആറ്റം മോഡലും ഡെവലപ്പ് ചെയ്തത്. So second defect is Bohr model could not explain the fine structure of spectral lines. What is fine structure? H-alpha line is not a single line. It consists of number of finely packed lines and it is called fine structure. And Bohr model could not explain this fine structure of H-alpha line and similar lines. That is all with your fourth lecture on atomic and molecular physics, and here there is a question written. Questions from the portions are written here. You have to study them. These questions also you remember. Question number 1, essay type based on Bohr theory. Explain various spectral series in hydrogen spectrum. Draw the energy level diagram. Draw the energy level diagram. Next question, what is Bohr frequency condition? Number 3, give the expression for Rydberg's constant. What is its value? Value we have seen. It is 1097.4000 meter raised to minus 1. Question number 4, give drawbacks of Bohr atom model. 2 drawbacks we have seen. Study all of them. Thank you very much.